ഹായ്, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നും പറയുന്ന മാതിരി തന്നെ ഞാനിന്നും പച്ചമുളകും തക്കാളി മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പുതിയ പാത്രമാണ് കേട്ടോ. അതാണ്ടില്ലേ, പുതിയ പാത്രമാണ്. പാത്രത്തിനെ പറ്റി ആരും കുറ്റം പറയരുതേ. അത് രണ്ടാമത്തത് ഇതിൽ എന്നിട്ടോ ഞാൻ തേങ്ങ അരച്ചത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. തേങ്ങ അരച്ചത് അരച്ചാൽ ഇതിലേക്ക് ഞാൻ ഉള്ളി, വെളുത്തുള്ളി, പിന്നെ മഞ്ഞൾ, ഉപ്പ്, തേങ്ങ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഇത്തിരി നുള്ളു ജീരകം ഇട്ടുകൊണ്ട് ആട്ടിയതാണ് കേട്ടോ. നല്ല ജീരകമല്ല കേട്ടോ, പെരുംജീരകമാണ്. കൂടെ ഇട്ട് ആട്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഇത്തിരി കഴുകി ഒഴിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിത് നന്നായിട്ട് കരിക്ക് അടുപ്പത്ത് വെക്കുകയാണ്. വെള്ളക്കോരാട്ടോ കറി വെക്കാൻ കിട്ടി, ഞാൻ കാട്ടിത്തരാം. അത് അടുപ്പത്ത് വെച്ച് തിളക്കട്ടെ. കറി കണ്ടോ, നല്ലോണം തിളച്ച് വരുന്നതാണ്. അസലായിട്ട് തെളിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതാണ് കേട്ടോ കോര പറഞ്ഞത്. കോര കഴുകിയത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളക്കോരാണ് കേട്ടോ. കിളിമീൻ വേറെ ഉണ്ട്, മഞ്ഞക്കോര. ഇത് വെള്ളക്കോരാണ്. ഇത് നല്ലോണം ഇതിൽ കിടന്നിട്ടൊന്ന് അയ്യോ ഇതട്ടോ മീൻ നല്ലോണം ഒന്നും കൂടെ വേവട്ടെ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ലേശം കരിവേപ്പിലിട്ട് കൊടുക്കാം. കുഞ്ഞിലുള്ള കരിവേപ്പില പറിച്ചത്. തിളച്ചിട്ടുണ്ട് കേട്ടോ. ഈ മീൻ അധികം വേവിക്കാൻ പറ്റൂല, കൂടുതൽ വെന്താലും ഇത് ഉടഞ്ഞു പോവും. അപ്പം നമുക്കിത് ഇത്തരം മതി കേട്ടോ. ഇത് വെന്തിട്ടുണ്ട്, കുറച്ച് നേരം തിളച്ചതാണ്. അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.